ത്രികോണ പോരാട്ടം നടക്കുന്ന കൊല്ലം കൊട്ടാരക്കര മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഐഷ പോറ്റി. സാധാരണക്കാരുമായുള്ള അടുത്ത ബന്ധം വോട്ടായി പ്രതിഫലിക്കുമെന്നാണ് 3 തവണ കൊട്ടാരക്കരയിൽ വിജയക്കൊടി പാറിച്ച ഐഷ പോറ്റിയുടെ വിശ്വാസം. മത്സരിച്ചപ്പോഴെല്ലാം കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഐഷ പോറ്റിയെ കൈവിട്ടിട്ടില്ല. 3 തവണ MLA ആയിരുന്നപ്പോഴും കൊട്ടാരക്കരക്കാർക്ക് പ്രിയപ്പെട്ട ജനപ്രതിനിധി. കേരള കോൺഗ്രസ് ബിയുടെ കരുത്തനായ നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയാണ് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി ആദ്യമായി വിജയിച്ചത്. അറക്കടവ് പാലം, സ്കിൽ പാർക്ക്, കൊട്ടാരക്കര റൂറൽ SP ഓഫീസ് കെട്ടിടം, കോടതി സമുച്ചയം, സിവിൽ സ്റ്റേഷൻ കെട്ടിടം, ഫയർ സ്റ്റേഷൻ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഐഷ പോറ്റി മണ്ഡലത്തിൽ നടപ്പാക്കിയത്. നമ്മൾ ചെയ്തു വെച്ചതെങ്കിൽ ആ താലൂക്ക് ആശുപത്രി വരെ പൊളിച്ചിട്ടേക്കുവാ. നമ്മൾ തീർത്തത് മാത്രമേ ഉദ്ഘാടനമായിട്ടുള്ളൂ. സ്കൂൾ കെട്ടിടങ്ങളെല്ലാം നമ്മൾ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോഴേ തീർന്നതല്ലേ. ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയൊക്കെ അതിൻ്റെ ഒരു കവാടം ഞാൻ വെച്ചിരുന്ന പൈസ മാറ്റിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെച്ചിട്ട് ആ കവാടവും വെച്ച് ഒരു ഷീറ്റ് ഇട്ടതും വെച്ചപ്പോഴാണ് അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുള്ളത്. അവിടെ എല്ലാം ഉണ്ടല്ലോ, റെക്കോർഡുകളുള്ളതല്ലേ. കൊട്ടാരക്കരയുടെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുകയാണ് ഇനിയുള്ള ലക്ഷ്യം. ഒപ്പം തന്നെ ബൈപ്പാസ് എന്ന സ്വപ്നം നടപ്പാക്കണം. താൻ മുൻപ് കൊണ്ടുവന്ന ടൂറിസം പദ്ധതികൾക്കപ്പുറം പുതിയ പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മികച്ച ടൂറിസം പദ്ധതികൾ കൂടി കൊണ്ടുവരികയാണ് ലക്ഷ്യം. 100 കണക്കിന് കാര്യങ്ങൾ ടൂറിസം പദ്ധതി ഞാനിരുന്നപ്പോൾ കൊണ്ടുവന്നില്ലേ. മൊട്ടറ മരുതിവല, അതുപോലെ പൊങ്ങമ്പാറ, ടേക്ക് ബ്രേക്ക്, ഇവിടുത്തെ മീൻപിടിപ്പാറ, ഇതൊക്കെ അന്ന് ഒരു ഘട്ടം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വാങ്ങിയെടുത്തു. പിന്നെ കഴിഞ്ഞ തവണ അത് പൂർത്തീകരിച്ചു. ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നില്ലല്ലോ. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ ചെയ്യുമ്പോൾ സത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുന്നേ. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഏതു സമയത്തും ഓടിയെത്തുന്ന ജനപ്രതിനിധിയായി ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് മാത്രമാണ് ഐഷ പോറ്റിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.